എന്തുവാണ് ഇത്? അച്ഛ ഈ കിട്ടിയ അവസരം നമ്മൾ മുതലെടുക്കണം. ഏത് അവസരം? ഇപ്പൊ അച്ഛമ്മയെ കണ്ണ് കാണത്തില്ലല്ലോ. അതുകൊണ്ട് ഈ തക്കത്തിന് അച്ഛമ്മയുടെ മുറി കയറി എല്ലാം നമ്മൾ അടിച്ചു മാറ്റണം. വൃത്തികെട്ടവനെ, അമ്മയുടെ കണ്ണിന്റെ കാഴ്ച പുറത്ത് പോയതോർത്ത് ഞാൻ വിഷമിച്ചിരിക്കുമ്പോ അടിച്ചു മാറ്റണം. അച്ഛമ്മയെ കണ്ണുള്ളപ്പോ അച്ഛൻ എല്ലാം കയറി അടിച്ചു മാറ്റല്ല, മൂക്കയുടെ തുമ്പത്തോടെ, അതിന് കുഴപ്പമൊന്നുമില്ലേ? കണ്ണുള്ളപ്പോ അടിച്ചു മാറ്റുന്ന പോലെ അല്ല കണ്ണില്ലാത്തപ്പം. കണ്ണുള്ളപ്പോ അത് ഒരു കള്ളത്തരമായിട്ട് പോകും. ഇതങ്ങനല്ല, ദ്രോഹമല്ലേ? ഓ എന്നാ വേണ്ട വേണ്ട, കുഴപ്പമില്ല, ഞാൻ പോക്കോളാം. നീ എവിടെ പോകുന്നു? ഇല്ലടാ അവിടെ. ഇനി ഇതുപോലെ ദൈവത്തിന് നിരക്കാത്ത കള്ളത്തരവും കൊണ്ട് എന്റെ മുമ്പിൽ വന്നാ ഒട്ടിച്ചിനും ഒന്നുകളായി ഞാൻ. ദേ കാലം മുന്നോട്ട് പോകുന്നവർ ഇതെല്ലാം അങ്ങ് പപ്പാതിയാഴ് സഴുതയപ്പച്ചയ്ക്ക് മോക്കും അങ്ങ് പോവും. അത് വേണോ അതോ ഇപ്പൊ അവസരം മുതലാക്കി എല്ലാം കൂടെ അങ്ങ് തൂത്ത് പെറുക്കി എടുക്കണം? അച്ഛൻ ആലോചിക്കും. മിണ്ടരുതി. ഇനി ഇതുപോലെ കള്ളത്തരം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. അച്ഛമ്മയുടെ മുറിയിൽ നിന്ന് ഒരു മുട്ടുസൂചിയെങ്കിലും പോയി കഴിഞ്ഞാൽ നിന്നെ പൊക്കി അകത്താക്കൂടാ. Willy White toothpaste. Marakanda, brush before bed with Willy White toothpaste. ഓക്കെ, ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല, അച്ഛനൊന്നും കേട്ടിട്ടുമില്ല, എല്ലാം അയച്ചു പറഞ്ഞു കേട്ടോ. ഞാൻ പോവാ, ശരി. ഇങ്ങനെയൊക്കെ ആയ കൊള്ളാം. വേണുക്കുട്ട, അളിയാ, ഞാൻ അച്ഛന്റെ സ്വർണം പതിപ്പിച്ച പല്ലുമായി അളിയന്റെ ഒക്കെ വരും. അളിയനത് എങ്ങനെയെങ്കിലും വിറ്റ് പൈസ തരണേ. കിട്ടിയ വഴിയൊക്കെ ഞാൻ പിന്നെ പറയാം. നീ ഇത് വിൽക്കാനുള്ള വഴി പറഞ്ഞാടേ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ആ അതൊക്കെ ഏറ്റു. നീ വയ്ക്കേ. എന്ത് എന്താ നീ ചിരിച്ചേ? എനിക്കറിയാം അവസരം കിട്ടി അച്ഛൻ ഈ വീടിന്റെ അടിവാരം വരെ കൊണ്ടുവന്നു. അതെ, ഒരു പ്രശ്നമുണ്ട്. അച്ഛമ്മയ്ക്ക് യഥാർത്ഥത്തിൽ കണ്ണ് കാണാവോ ഇല്ലയോ എന്ന് നമ്മളൊന്ന് ഉറപ്പിക്കണ്ടേ? അച്ഛമ്മയെ കണ്ണൊന്നും കാണത്തില്ല, ഞാൻ ഉറപ്പാ. ഞാൻ എല്ലാം കണ്ണ് കാണത്തേ ഇല്ല, ഫുൾ അടിച്ചു പോയി. നീ വെറും പൊട്ടനാ. നീ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല. എന്തുറപ്പാ നിനക്കുള്ളത്? ഞാൻ കണ്ടു. എന്ത്? അമ്മ അച്ഛമ്മയുടെ കയ്യിൽ നിന്ന് പൈസ അടിച്ചു മാറ്റുന്ന. എന്നിട്ട് അച്ഛമ്മ അറിഞ്ഞില്ലെന്ന്. സത്യം? എന്നാലും ഈ അമ്മ ആയതുകൊണ്ട് എനിക്കങ്ങോട്ട് വിശ്വാസമില്ല. ഭയങ്കര അഭിനയല്ലേ? ചിലപ്പോ കണ്ണ് കാണില്ലെന്ന് അഭിനയിച്ചിട്ട് നമ്മളെ കയറി പിടിച്ചു കളയും. ഇത് അവനെയൊന്നും അല്ല, സമയം കളയാനുമില്ല നേരം. അച്ഛൻ വേണം പറഞ്ഞാൽ പ്ലാൻ ചെയ്ത് നമുക്ക് ഈ സാധനം എക്സിക്യൂട്ട് ചെയ്യാം. അത് ചുമ്മാ ഇനി ടൈം പോകും. കുഴപ്പമില്ല, എന്നാലും ഞാനൊന്ന് ഉറപ്പിക്കട്ടെ. ഇതേ ഉള്ള കാര്യം ഞാൻ പറയാം, സമയമില്ല, ചുമ്മാ ടൈം വേസ്റ്റ് ആക്കല്ലേ. എടാ, അത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വീടിന്റെ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് പഠിച്ചെടുത്ത് തുടങ്ങാന്ന്. ഒന്ന് ക്ഷമിക്കേ. നീ അച്ഛന്റെ മകനല്ലേ? അതെ, ഇതിപ്പോ ഞാൻ കണ്ടു. വേണുകുട്ടനായിരിക്കും അല്ലേ ഫോണില്? വേണുകുട്ടൻ ആണ്. ഇങ്ങനെ മണ്ടന്മാരെ ഞാൻ ഉള്ളപ്പോ എന്തിനാ വേണുകുട്ടൻ ഓരോ മണ്ടന്മാരെ വിളിയും കയ്യിലുള്ള പ്ലാൻ എല്ലാം സ്പോയിൽ ആവുകയും ചെയ്യും. നീ ആദ്യമായിട്ടല്ലേ ഒരു ബുദ്ധിയുള്ള കാര്യം പറയുന്നത്? ഇന്ന് വരെ നീ മണ്ടത്തരല്ലാതെ പറഞ്ഞിട്ടുണ്ടോ? ഇത് നടത്താൻ പറ്റില്ല, അത് പറ. നടത്തണമല്ലോ. ഞാൻ അപ്പുറത്തോളം കാണും, എന്നെ വിളിച്ചാൽ മതി. ആ പിന്നെ കണ്ടത് നിന്റെ മണ്ടപുരിത്തരത്തിന് പോയി പെങ്ങന്മാരുടെ വല്ലതും പറഞ്ഞു കൊടുത്ത അവളുമാരായത് മുമ്പ് വല്ല പ്ലാനൊക്കെ ഉണ്ടാക്കണം അടിച്ചു വേണ്ട. എനിക്ക് എന്ത് അച്ഛൻ വേണോ ഞാൻ ഇതെന്തുവാണ് ഇത്? കുടുംബം അടച്ച കള്ളന്മാര്. ഇവന് വക്രബുദ്ധി, അവൻ പറയുന്നു അവന്റെ പെങ്ങന്മാർക്കും വക്രബുദ്ധിയാണെന്ന്. എന്താവട്ടെ, സ്വർണ്ണ ഗോപുര പല്ലുകൾ വിറ്റു ഞാൻ.